കണ്ണൂർ കോർപ്പറേഷനിൽ നടന്നത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. ആര് വീഴും ആര് വാഴും എന്ന് പറയാൻ കഴിയാത്ത അവസ്ഥ. ചാഞ്ചാടി നിൽക്കുന്ന 9 ഡിവിഷനുകളുണ്ട് കണ്ണൂർ കോർപ്പറേഷനിൽ. ആ ഡിവിഷനുകളാണ് കോർപ്പറേഷൻ ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കുക. കണ്ണൂർ കോർപ്പറേഷന്റെ ജനമനസ്സ് എന്തായിരിക്കും? ഏറെ ആകാംക്ഷയോടെയാണ് ഫലത്തിനായി നഗരത്തോടൊപ്പം സംസ്ഥാനവും കാത്തിരിക്കുന്നത്. UDFന്റെ ശക്തി കേന്ദ്രമാണ് കണ്ണൂർ കോർപ്പറേഷൻ പരിധി. ആ മുൻതൂക്കം UDFന് ഉണ്ട്. എന്നാൽ വികസനം ചർച്ചയായതോടെ കോർപ്പറേഷൻ ഇടത്തോട്ട് ചായുമെന്ന ആത്മവിശ്വാസമാണ് LDFന്. കണ്ണൂർ കോർപ്പറേഷനിൽ ചാഞ്ചാടി നിൽക്കുന്ന 9 ഡിവിഷനുകളുണ്ട്. ആ ഡിവിഷനുകളാണ് ഭരണം ആർക്ക് എന്ന് നിർണയിക്കുക. കക്കാട് നോർത്ത്, ശാതുലിപ്പള്ളി, പള്ളിപ്രം, എളയാവൂർ നോർത്ത്, മേലെ ചൊവ്വ, അറക്കൽ, കൊക്കേൻപാറ, തുളിച്ചേരി, താളിക്കാവ് എന്നീ ഡിവിഷനുകളാണ് കോർപ്പറേഷൻ ഭരണത്തിന്റെ വിധി നിർണയിക്കുന്നതിൽ നിർണായകമാവുക. ഇതിൽ ഭൂരിഭാഗവും 2 മുന്നണികളും അവകാശപ്പെടുന്നുണ്ട്. BJPക്ക് 1 മുതൽ 3 സീറ്റുകൾ വരെ ലഭിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. കൊക്കേൻപാറ BJP വലിയ പ്രതീക്ഷ വയ്ക്കുന്ന ഡിവിഷനാണ്. ടെമ്പിൾ, പയ്യാമ്പലം എന്നിവയാണ് പ്രതീക്ഷിക്കുന്ന മറ്റ് വാർഡുകൾ. കഴിഞ്ഞ തവണ ജയിച്ച പള്ളിക്കുന്ന്, ഉദയംകുന്ന് എന്നീ ഡിവിഷനുകളും ജയസാധ്യതയുണ്ടെന്നാണ് BJP കണക്കുകൂട്ടൽ. BJPയുടെ ഈ അവകാശവാദം ശരിയായാൽ കോർപ്പറേഷൻ ഭരണം UDFന് നഷ്ടമാകുന്ന സ്ഥിതി ഉണ്ടാകും. മുസ്ലിം ലീഗിന്റെ പല സീറ്റുകളിലും ഇത്തവണ കടുത്ത പോരാട്ടം നടന്നിട്ടുണ്ട്. അറക്കൽ ഡിവിഷനിൽ SDPI പിടിക്കാനുള്ള സാധ്യത പോലും നിരീക്ഷകർ തള്ളുന്നില്ല. മറ്റൊരു അട്ടിമറി പ്രവചിക്കുന്നത് കസാനക്കോട്ടയിലാണ്. അവിടെ CPIയിലെ മെഹ്സീന സലീം വിജയിക്കാനുള്ള സാധ്യതയും തള്ളാനാവില്ലെന്നാണ് ഒരു വാദം. എന്നാൽ ഇത് സ്വപ്നം മാത്രമായിരിക്കുമെന്നാണ് ലീഗ് നേതാക്കൾ പറയുന്നത്. ഒരു തരത്തിലും ഈ സീറ്റുകളൊന്നും നഷ്ടപ്പെടില്ലെന്ന് ഉറച്ചു പറയുകയാണ് മുസ്ലിം ലീഗ് നേതൃത്വം. കഴിഞ്ഞ തവണത്തേതിലും അധികമല്ലാതെ ഒരു സീറ്റ് പോലും കുറയില്ലെന്ന് UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് TO മോഹനും പറഞ്ഞു. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ തവണത്തെ സീറ്റിനെ മറികടക്കുമെന്നാണ്. ഒന്നെങ്കിലും അധികം കിട്ടുമെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും മിനിമത്തിലാണ്. അതിനപ്പുറത്തേക്ക് ജനങ്ങളെ പൂർണ്ണമായി ആ ജനങ്ങളുടെ അംഗീകാരം വാങ്ങിയ ഒരു റിസൾട്ട് നാളത്തെ തെരഞ്ഞെടുപ്പ് വിധിയിലൂടെ ഉണ്ടാകും. അത് CPM എന്ന് പറയുന്ന പാർട്ടിക്ക്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിരുത്താൻ ജനങ്ങൾ കൊടുക്കുന്ന ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് ആയിരിക്കും. ആ നിലയിൽ വിജയത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. ജനങ്ങളുടെ വിധി എന്താണോ ആ വിധിക്കനുസരിച്ച് തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യും. UDF 34 മുതൽ 38 സീറ്റുകൾ വരെയാണ് പ്രതീക്ഷിക്കുന്നത്. 24 ഡിവിഷനുകൾ ഉറപ്പെന്നും ശക്തമായ മത്സരം നടക്കുന്ന 9 സീറ്റുകൾ കൂടി ലഭിച്ചാൽ ഭരണം ലഭിക്കുമെന്നുമാണ് LDFന്റെ കണക്കുകൂട്ടൽ. BJP പിടിക്കുന്ന വോട്ടും ഫലം നിർണയിക്കുന്നതിൽ നിർണായകമാകും. ഇത്തവണ എല്ലാ ഡിവിഷനുകളിലും വോട്ട് വർദ്ധിപ്പിക്കുമെന്നാണ് BJPയുടെ അവകാശവാദം. എങ്ങനെയായിരിക്കും ആ അടിയൊഴുക്ക് എന്നതിനെ ആശ്രയിച്ചായിരിക്കും കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണം തീരുമാനിക്കപ്പെടുക. കണ്ണൂർ കോർപ്പറേഷന്റെ ജനവിധി ഈ സ്ട്രോങ് റൂമിൽ ഭദ്രമാണ്. ഇത് പൊട്ടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? അതറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. കണ്ണൂരിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.